തണുപ്പ് കാലത്ത് ഒരു കപ്പ് ചൂട് ചായ നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. കൈകൾക്ക് ചൂടും മനസ്സിന് ഉന്മേഷവും നൽകുന്ന ചായ പലരുടെയും ശൈത്യകാല ദിനചര്യയുടെ അവിഭാജ്യ ഘടകമാണ്. ചായയിലെ സുഗന്ധവും ആവി പറക്കുന്ന ചൂടും തണുപ്പിന് പ്രതിരോധിക്കാൻ സഹായിക്കാറുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഈ സുഖകരമായ അനുഭവം പലപ്പോഴും അമിതമായ ചായ കുടിയിലേക്ക് നമ്മെ എത്തിക്കാറുണ്ട്. മിതമായ അളവിൽ ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും അത് അമിതമായാൽ ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, തലവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും. കൃത്യമായ അളവിൽ ചായ കുടിക്കുന്നത് ശരീരത്തിന് ഒട്ടേറെ ഗുണങ്ങൾ പ്രദാനം ചെയ്യും. ചായയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിഡുകൾ, കാറ്റച്ചിനുകൾ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ചിലതരം ക്യാൻസറുകളെ പ്രതിരോധിക്കാനും നല്ലതാണ്. ഹൃദ്രോഗം, പക്ഷാഘാതം, ടൈപ്പ് 2 പ്രമേഹം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാൻ ചായ ശീലമാക്കുന്നത് നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ചായയിലെ കഫീൻ, എൽത്തിനൈൻ എന്നിവയുടെ സാന്നിധ്യം അമിതമായ അസ്വസ്ഥതകളില്ലാതെ തന്നെ മസ്തിഷ്കത്തിന് ഏകാഗ്രതയും ഉന്മേഷവും നൽകും. കൂടാതെ ഇഞ്ചി അല്ലെങ്കിൽ പുതിന ചേർത്ത ഹെർബൽ ചായകൾ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശൈത്യകാലത്തെ ജലദോഷം, പനി എന്നിവയ്ക്കെതിരെയുള്ള രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നല്ലതാണ്. ഇങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ ഉണ്ടെങ്കിലും അമിതമായ ചായ കൂടി പാർശ്വഫലങ്ങൾക്കും ഇടയാക്കും. ചായയിൽ അടങ്ങിയിരിക്കുന്ന ടാനിനുകൾ ഭക്ഷണത്തിൽ നിന്നുള്ള ഇരുമ്പിന്റെ ആഗിരണം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. വിളർച്ചയുള്ളവർക്കും സസ്യബുക്കുകൾക്കും ഇത് ദോഷകരമായി ബാധിക്കും. ഒരു ദിവസം 400 മില്ലിഗ്രാമിലധികം കഫീൻ ഉള്ളിലെത്തുന്നത് മെലറ്റോണിൻ ഉൽപാദനത്തെ ബാധിക്കുകയും ഉറക്കക്കുറവ്, നെഞ്ചിടിപ്പ് എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. വെറും വയറ്റിൽ കടുപ്പമേറിയ ചായ കുടിക്കുന്നത് അസിഡിറ്റിയിലേക്കും തലകർക്കത്തിലേക്കും നയിക്കും. കൂടാതെ ചായയിലെ ടാനിനുകൾ പല്ലുകളിൽ കറയുണ്ടാക്കാനും ചായയോട് ഒരുതരം ആസക്തി ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എത്ര കപ്പ് ചായയാണ് ഒരാൾക്ക് സുരക്ഷിതമായി കുടിക്കാവുന്നത് എന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം. പൊതുവെ ആരോഗ്യവാനായ ഒരാൾക്ക് ഒരു ദിവസം 3 മുതൽ 4 കപ്പ് വരെ ചായ കുടിക്കാം. എന്നാൽ കഫീൻ സെൻസിറ്റിവിറ്റി ഉള്ളവരും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും ഇതിന്റെ അളവ് കുറയ്ക്കണം. ഗർഭിണികൾ ഒരു ദിവസം 2 കപ്പിൽ കൂടുതൽ ചായ കുടിക്കുന്നത് ഒഴിവാക്കണം. ശൈത്യകാലത്ത് ചായ കുടിക്കുമ്പോൾ അമിതമായി പഞ്ചസാരയോ ക്രീമോ ചേർക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് ചായയുടെ ആരോഗ്യ ഗുണങ്ങൾ ഇല്ലാതാക്കും. അതുപോലെ അമിതമായ ചൂടോടെ ചായ കുടിക്കുന്നത് വായ്ക്കും തൊണ്ടയ്ക്കും പൊള്ളലേൽക്കാൻ കാരണമാവും. ശൈത്യകാലത്തെ തണുപ്പിനെ അകറ്റാൻ ചായ ഒരു മികച്ച പാനീയം തന്നെയാണ് കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ അത് ആരോഗ്യത്തിന് ഭീഷണിയാക്കാത്ത രീതിയിൽ മിതമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതികരണം മനസ്സിലാക്കി ചായയുടെ അളവ് ക്രമീകരിക്കുന്നത് ശൈത്യകാലം കൂടുതൽ ഊർജ്ജസ്വലവും ആരോഗ്യകരമാക്കുവാനും സഹായിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ചായയുടെ അളവ് ഘട്ടമായി കുറയ്ക്കുകയും ആവശ്യമെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ധന്റെ നിർദ്ദേശം തേടുകയും ചെയ്യേണ്ടതാണ്.